എൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് ഹോട്ടൽ വടക്കിനി. നമ്മുടെ കൽപ്പറ്റയിൽ നിന്നും മാനന്തവാടിക്ക് പോകുന്ന വഴിയിലാണ് ഈ ഹോട്ടലുള്ളത്. ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇന്ന് യാത്രയിൽ ഞാനിവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ഓണർമാരിൽ ഒരാൾ ഓടി വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ യാത്ര ഞങ്ങൾ കാണാറുണ്ട്, നിങ്ങളിന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഒരു മടി പറഞ്ഞെങ്കിലും ഞാൻ പിന്നീട് അവർ നിർബന്ധിച്ചപ്പോൾ അവരുടെ കൂടെ വന്ന് ഇവിടെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് ഞാൻ കാണിച്ച ആ ബോർഡ് കണ്ടത്. ഇതിലൊരാൾ ഇത് പത്തനംതിട്ടക്കാരനും ഒരാൾ ഇവിടുത്തുകാരനുമാണ്. ഇതാണ് വടക്കിനി റെസ്റ്റോറൻറ്റ്, മൾട്ടി ക്യൂഷൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത അതുതന്നെയാണ്. വിശന്നൊരാളും ഇരിക്കാൻ പാടില്ല. ഇവിടെ വന്ന് കൗണ്ടറിൽ പറയുക, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോവുക എന്നുള്ളൊരു മാനദണ്ഡത്തിലുള്ള ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു റെസ്റ്റോറൻറ്റ്. വിശാലമായ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. 1.5 വർഷമായി ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടെന്നാണ് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. വളരെ സൗഹൃദപരമായിട്ടുള്ള പെരുമാറ്റവും ഒക്കെയാണ്. അവർക്ക് ചിരിച്ച മുഖത്തോടെയാണ് രണ്ടുപേരും നമ്മളെ സ്വീകരിക്കുന്നതും. ഇവിടെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ ഒരു ഫാമിലി ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ പെരുമാറുന്നത് കണ്ടിട്ട് മറ്റു ഹോട്ടലുകളെ കഴിഞ്ഞും മികച്ച ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കൽപ്പറ്റയിൽ നിന്നും നമ്മൾ വരുന്ന വഴിയിൽ, മാനന്തവാടിക്ക് പോകുന്ന വഴിയിലാണ് ഈ റെസ്റ്റോറൻറ്റ്. ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പിൻ്റെ ഓപ്പോസിറ്റ് വലത്തുവശത്തായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് കാണുന്നത്. ഉച്ചയ്ക്ക് 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. അപ്പോഴത്തെ ഈ ഹോട്ടലിലാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ഇതൊരു ഓപ്പൺ ഹോട്ടലായതുകൊണ്ട് നമുക്ക് വെളിയിൽ കിടന്നുറങ്ങാൻ അവർ അനുവാദം തന്നു. അങ്ങനെ വടക്കിനി എന്ന ഈ ഹോട്ടലിൽ നിന്നും ഞാൻ പതിയെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ആ പെട്രോൾ പമ്പിലാണ് ആദ്യം നമ്മൾ വന്ന് കിടക്കാനുള്ള സൗകര്യം ചോദിച്ചത്. അപ്പോൾ അവർ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവർ വന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. ഇവരോട് വന്ന് ചോദിച്ചു. ആദ്യം ഇവർ എനിക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഹോട്ടൽ എപ്പോഴാണ് അടയ്ക്കുന്നത്, അത് കഴിഞ്ഞ് ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളിവിടെ കിടന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണ്. ഞാനും കുഞ്ഞിതേ ഇപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കണം, അല്ലേടി, അല്ലേ? അപ്പോൾ ശരി, ഞങ്ങൾ പതിയെ പുറത്തോട്ട് പോവാണ്. ഇന്ന് പോകുന്നത് ഇവിടെ പഴയ രീതിയിൽ ഉള്ള ഈ ആദിവാസി ഊരുകളിലെ കൊട്ടാരം എന്ന് പറയാം. അന്നത്തെ കാലത്തെ പഴയ കാലത്തെ കുറേ കെട്ടിടങ്ങളുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പം ആ സ്ഥലം ഒന്ന് കാണാൻ പോകാം എന്നാണ് വിചാരിക്കുന്നത്. കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം നമ്മൾ പെട്ടെന്ന് ചെന്നാൽ ചിലപ്പോൾ അലൗ ചെയ്തെന്ന് വരികയില്ല. എന്നാലും നമ്മൾ ശ്രമിക്കുകയാണ്. പിന്നെ വയനാടിൻ്റെ സ്വന്തം വിത്തിനങ്ങൾ, നെല്ലുകൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ച് പോവുകയാണ്. ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. അതുകൊണ്ട് പോയി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മുൻകൂട്ടി അനുവാദം വാങ്ങിക്കാത്തതുകൊണ്ട് എങ്ങനെയാണ് ഈ അവസ്ഥ എന്നറിയില്ല. ഏതായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് പുരാതനമായ പള്ളിയറ തറവാട്. കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ ജീവിക്കുന്ന ആദിവാസി സമൂഹത്തിലെ ഉന്നതരായ ആളുകളുടെ ഒരു സമൂഹമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഇപ്പോഴും കൂട്ടുകുടുംബം നിലനിൽക്കുന്നുണ്ടെങ്കിലും എല്ലാവരും പല ഭാഗത്തേക്ക് മാറി താമസിച്ചിരിക്കുകയാണ്.
ഇപ്പോൾ ഇവിടുത്തെ കാരണവരെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് പള്ളിയറ രാമൻ. ഞാൻ ഈ തറവാട്ടിലെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി അനുസരിച്ച് ജീവിച്ച് പഠിച്ച് ജോലി ചെയ്തു വരുന്ന ആളാണ്. പൊതുരംഗങ്ങളിലും അല്പം പ്രവർത്തിച്ചു വരുന്നുണ്ട്. മറ്റ് സാമൂഹ്യ സേവനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. കൃഷിയും കാര്യമാണ് പ്രധാന കാര്യമായിട്ട് നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. അല്ലാതെ കുടുംബങ്ങളെല്ലാം പണ്ട് കാലങ്ങളിൽ ഒന്നിച്ച് താമസിച്ചിരുന്നു, ഒന്നിച്ച് അധ്വാനിച്ചിരുന്നു, ഒന്നിച്ച് ചിലവാക്കിയിരുന്നു, ഒന്നിച്ച് ആദായമെടുത്തിരുന്നു. ഇപ്പോഴും എല്ലാവരും ഭാഗം പിരിഞ്ഞതിന് ശേഷം സ്വന്തം ഏർപ്പാടുമായി വീടുകളുമായി സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ നേടിക്കൊണ്ടും മറ്റ് സ്വന്തം വരുമാന മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പല സർക്കാർ ജോലികളും കൃഷിയും മറ്റല്ലാത്ത ബിസിനസ്സൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് പോയെങ്കിലും ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സമയത്ത് അവർ തിരിച്ചു വരാറുണ്ടോ? എല്ലാ ഞങ്ങളുടെ ആചാരാനുഷ്ഠാന പ്രകാരമുള്ള വാർഷിക പരിപാടികൾ, പിന്നെ അതുപോലെ സംക്രമങ്ങൾ, അതേപോലെ തുലാപ്പത്ത്, മറ്റ് തരത്തിലുള്ള കല്യാണം, ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് വന്ന് സഹകരിച്ച് കാര്യങ്ങൾ നടത്തി വരുന്നു. ഓക്കെ. അടുത്തേക്ക് തുറക്കുന്ന ഒരു വഴിയാണിത്. ഇവിടുന്ന് നമ്മൾ കയറി വരുമ്പോഴേ കാണുന്നത് ഈ 4 കെട്ട് ഉള്ള ഒരു വീടാണ്. 4 കെട്ടുകളുണ്ടെങ്കിലും അത് ഓപ്പൺ ആയിട്ടുള്ള സെപ്പറേറ്റ് വീടുകളായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വഴിയുടെ ദർശനം മുകളിലത്തെ ക്ഷേത്രത്തോട് ചേർന്നാണ്. ഈ ക്ഷേത്രത്തിലാണ് ഇവർ കാലാകാലങ്ങളിൽ എല്ലാ വർഷവുമുള്ള ഉത്സവങ്ങൾ നടത്തുന്നത്. ഇവിടെ ഒരാൾ കിടപ്പുണ്ട് കേട്ടോ. അതാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇല്ലടാ. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം. മുകളിൽ പ്രധാന ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ താഴെയും മറ്റൊരു ക്ഷേത്രമുണ്ട്. ഇത് ക്ഷേത്രാചാരപ്രകാരമുള്ള അപ്പോൾ ഇതാണ് പള്ളിയറ തറവാട്ടിലോട്ടുള്ള വഴി. ഇത് സൈഡിൽ കൂടിയുള്ള വഴിയാണ്. മെയിൻ വഴി അവിടെയാണ്. അപ്പോഴത്തെ ഇതിന് മുൻപിലുള്ള കൃഷിത്തോട്ടങ്ങളാണ് ഈ കാണുന്നത്. കൂട്ടുകുടുംബ സമ്പ്രദായത്തിലുള്ള കൃഷിത്തോട്ടങ്ങളാണ്.
അതുപോലെ തന്നെ ചിത്രമൂല ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ ഒരു പാല് സ്വീകരിക്കുന്ന ഒരു ഏരിയ ഇവിടെയുണ്ട്. തറവാടിന് മുമ്പിലുള്ള ആ വയലാണ് ഇത് കാണുന്നത്. അപ്പം നമ്മൾ പനമരത്തോട്ട് എത്തുകയാണ്. പനമരത്ത് എത്താറായപ്പോഴത്തേനും ഒരു കാഴ്ച കണ്ട് വഴിയുടെ സൈഡിൽ വലിയ ചെതൽപ്പുറ്റുകൾ നിൽക്കുന്നു. അതിക്രമിച്ച് കയറുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ചെയ്തുണ്ടോ വലിയ ചെതൽപ്പുറ്റ്. ഇതിൻ്റെ ഉള്ളിൽ പാമ്പൊക്കെ കാണുമെന്നാണ് പറയാറ് പഴമക്കാർ. എന്നാലും നമ്മളിതൊന്ന് കണ്ടപ്പോഴത്തേനും എടുത്തില്ലെങ്കിൽ പിന്നെ അത് നശിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതുണ്ടോ ഒരു വലിയ ചെതൽപ്പുറ്റ് കണ്ടോ? എൻ്റെ അത്ര ഉയരമുണ്ട്. അടുത്തോട്ടൊന്നും പോകുന്നില്ല. എൻ്റെ അകത്തൊക്കെ പാമ്പൊക്കെ കാണും. അതാണ് അടിപൊളി ഒരു ചെതൽപ്പുറ്റ്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല കേട്ടോ, അതെ ഇവിടെ വേറൊരെണ്ണമുണ്ട്. തെങ്ങിനോട് ചേർന്നാണ്. ആ തെങ്ങിൽ നിന്ന് തേങ്ങ ഇടാൻ സമ്മതിക്കാതെ ഉള്ള രീതിയിലാണ്. തേങ്ങയൊക്കെ ഇട്ടിട്ട് വർഷങ്ങളായി കാണും. ഇവിടെ ഉണ്ട് ഒരു വലിയ ചെതൽപ്പുറ്റ്. ഇതൊക്കെ പാമ്പ് കാണുമെന്നാണ് പറയാറ്. പഴമക്കാർ പറയുന്നതാണ്. ആൾക്കാരെ പേടിപ്പിക്കാനാണെന്നറിയില്ല. ഇതുണ്ട്, ഇത് നേഴ്സറി ആയിരുന്നു കേട്ടോ. നിറച്ച് മറ്റേ റോസ്, ഇഷ്ടം പോലെ റോസ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ബഡ് ചെയ്യാനുള്ള. ഇതുണ്ടോ ഒരു ചെതൽപ്പുറ്റ് നിൽക്കുന്നുണ്ടോ? പഴയ തോരണം പൊടിഞ്ഞു പോയി. ഇതിപ്പോൾ ഓല വീണൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പഴയൊരു നേഴ്സറി ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇവിടെ പേരയും ഇതെല്ലാം കൂടുതലുണ്ട്. പിന്നെ പാമ്പ് കാണും ഇതിൻ്റെ അകത്തൊക്കെ കേട്ടോ. അത് വലിയൊരു സംഭവമാണ്. അപ്പോഴത്തേ അതുകൂടാതെ ഇവിടെയും കൂടി ഒരെണ്ണമുണ്ട്. ഇവിടെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതൊക്കെ ചെതൽപ്പുറ്റാണ്. മരമൊക്കെ മുറിച്ചപ്പോഴത്തേനും ചെതൽപ്പുറ്റൊക്കെ മറിഞ്ഞു വീണതാണ് എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നാട്ടുകാർ തല്ലണ്ട. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതാണ് ഇച്ചിരി വലിപ്പമുള്ളത്. ഒരു 7-7.5 അടി പൊക്കമുണ്ട് ആ ചെതൽപ്പുറ്റ്. അത് കണ്ടപ്പോൾ കയറിയത്. ആരാണ് ഈ പുറകിൽ നിന്ന് ചീത്ത വിളിക്കുന്നതെന്ന് പറയാൻ പറ്റിയല്ല. അതിൽ നമ്മളിങ്ങനെ കയറിപ്പോന്ന് എഴുതണ്ടോ. അതിൻ്റെ അകത്തോട്ട് കയറാൻ ഒരു പേടി, ഭയം. കാരണം പാമ്പ് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ്. എഴുതണ്ടോ ഒരു വലിയ ചെതൽപ്പുറ്റ്. തെങ്ങുംതോപ്പും കവുങ്ങുംതോപ്പും ഒക്കെയാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. അടിപൊളി സ്ഥലമാണിത്. ഇതുണ്ടോ അപ്പോൾ പനമരം അടുത്തുള്ള ജെയിൻ ടെമ്പിൾ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ കണ്ട ഒരു പാടമാണ്. കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കച്ചിയെല്ലാം ബണ്ടിലാക്കി വെച്ചിരിക്കുന്നു. പാലക്കാട് ജില്ലയിൽ കണ്ട പോലെയുള്ള വളരെ വിസ്തൃതമായ ഒരു പാടം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വയനാട്ടിൽ കാണുന്നത്. സൈഡിലൊക്കെ അതൊരു പുഴയാണ്. ആ സൈഡിൽ കൂടി ഒഴുകി പോകുന്നത്. അതിന് നടുവിലൂടെ ഒരു പുതിയ റോഡ് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ പുഴയോരത്ത് മൊത്തം മുളങ്കാടുകളാണ്. ആ പുഴയെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങ് ദൂരം വരെ മുളങ്കാടുകൾ പോകുന്നത് കാണാം. വളരെ മനോഹരമായൊരു കാഴ്ച. പക്ഷേ ഈ പാടത്ത് നെല്ലൂടി ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. ഏതായാലും കൊയ്ത്തെല്ലാം കഴിഞ്ഞ സമയമാണ്. ഇത് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ഒരു 1/2 കിലോമീറ്റർ മുൻപോട്ടും ഉണ്ട് പാടം. ഈ പാടം ചുറ്റിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പാടത്തിൻ്റെയൊക്കെ കാഴ്ച കണ്ടിട്ട് നമുക്ക് നേരെ മുമ്പോട്ട് പോവാം. ഒരു ജെയിൻ ടെമ്പിളുണ്ട്. കാണാൻ പറ്റുമോയെന്നറിയില്ല. ഏതായാലും നമുക്ക് ഈ വഴി പോയി നോക്കാം. പനമരത്ത് നിന്ന് സുൽത്താൻ ബത്തേരി റോഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പുരാതന ജൈനമത ക്ഷേത്രമാണിത്. ഏകദേശം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ മുഖമണ്ഡപമൊക്കെ തകർന്നു വീണിരിക്കുകയാണ്. അത് കാലാകാലങ്ങളായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളിലൂടെ മണ്ണൊലിച്ചു പോയിട്ടും മറ്റുമായിട്ടാണ് ഇത് ഇപ്പോൾ നാശത്തിൻ്റെ ഇതിലെത്തിയിരിക്കുന്നത്. ഇത് താമസിയാതെ തന്നെ പുനരുദ്ധാരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ കൂടുതലായും ജൈനന്മാർ താമസിച്ചിരുന്നു എന്നാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജൈനക്ഷേത്രങ്ങളിലെ എല്ലാ കൊത്തുപണികളും ഹംപിയിലെ ജൈനക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്.
ഒരു ഇത് ഏതേലും ഒരു ഭാഗം എവിടെയേലുമുള്ള ഒരു ജൈനക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലെ കൊത്തുപണികളുടെ വ്യത്യസ്തത അവിടുന്ന് അറിയാൻ പറ്റും. അത് ചിലപ്പോൾ അവിടെ വലിയൊരു ക്ഷേത്രം പണിയാൻ വേണ്ടി ഈ പ്രദേശങ്ങളിലെ ജൈനന്മാർ മുഴുവൻ ഒത്തുകൂടിയതിൻ്റെ ഫലമായിട്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഓരോ പ്രദേശത്തു നിന്നും എത്തിയവർക്ക് ഓരോ ഭാഗം പണിയാനുള്ള അനുമതി കൊടുത്തതാവാം. അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ കൊത്തുപണികളുടെ രൂപത്തിൽ അവിടെയും അവർ കൊത്തുപണി ചെയ്തിരിക്കാം. അതുകൊണ്ടാണ് ഹംപിയിലെ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് പല ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് വരുന്നത്. എന്നാൽ ഈ ക്ഷേത്രങ്ങളുടെ മാതൃകയിലായിരിക്കണം ഹംപിയിലെ വലിയ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. ചിലതെല്ലാം മണ്ണിൻ്റെ അടിയിലുണ്ട്, ചിലതെല്ലാം മുകളിലൊക്കെ ആയിട്ട് ഉണ്ട്. തകർക്കപ്പെട്ടതാകാം, പക്ഷേ കാലാകാലങ്ങളിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഇത് നിലം പൊത്തിയതാവാം. പക്ഷേ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ടൂള് ഭയങ്കരമാണ് കേട്ടോ. കാരണം അതിൻ്റെ അകത്തൊക്കെ ഓരോ ലോക്കുകൾ വെളിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ക്ഷേത്രവും അതുപോലെ ഒരു ചെറിയ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോഴത്തെ ഇതിൽ നമുക്ക് കാണാം ദശാവതാരങ്ങളെ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. മത്സ്യ, കൂർമ്മം, വരാഹം, രാമ, കൃഷ്ണ, കൽക്കി. അതായത് മത്സ്യത്തിൽ നിന്നും ആമയിൽ നിന്നും തവളയിലേക്കും, പിന്നീട് ശ്രീരാമൻ, ബലരാമൻ, പരശുരാമൻ, അത് കഴിഞ്ഞിട്ട് കൃഷ്ണനിലേക്കും, പിന്നെ ഇപ്പോൾ കൽക്കി, അടുത്ത അവതാരമായ കൽക്കിയിലേക്കുമുള്ള ഒരു യാത്രയുടെ കൊത്തുപണികൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഹൈന്ദവ സംസ്കാരത്തിൽ ഉള്ള ഒരു മിത്തായതുകൊണ്ട് അത് ജൈനന്മാർക്ക് ശേഷം എത്തിയ ഹൈന്ദവർ കൊത്തിയതാകാം എന്നുള്ള ഒരു നിഗമനവും ഉണ്ട്. കാരണം ഈ ജൈനക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ പൂജാവിധികൾക്ക് ശേഷം പ്രധാന കോവിലിൽ നിന്നും വെള്ളമൊഴുകി പോകാനുള്ള ഒരു ഇത് കണ്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ കൽപ്പാളികളൊക്കെ ഇളകി വീണ് കിടക്കുകയാണ്. ഇത് പുനരുദ്ധാരണത്തിൻ്റെ സമയമായിരിക്കുന്നു. ഇവിടുത്തെ മറ്റ് പല ക്ഷേത്രങ്ങളും പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതും താമസിയാതെ തന്നെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെയും ആ ദശാവതാരത്തിൻ്റെ ശില്പങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, കൃഷ്ണൻ, സുദർശനം. ഇനിയുള്ള അവതാരമാണ് കൽക്കി. കൽക്കിക്ക് ദേ ഇവിടെ പൂർണ്ണമായിട്ടും ശൂന്യമായ ഒരു സ്ഥലം കൊടുത്തിരിക്കുന്നു. ഇത് പിന്നീടുള്ള കാലത്ത് കൊത്തിയതാവാം.